പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതും അതുപോലെ തെറ്റായിട്ട് വിശ്വസിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു വിഷയത്തെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് മറ്റൊന്നുമല്ല, പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോകളായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മുൻപോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് കേൾക്കുന്ന സമയത്ത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം, ഇതിന് വലിയ വ്യാപ്തിയൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നാം, നമ്മുടെ മനസ്സിൽ ചില ധാരണകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ അങ്ങനെയല്ല, വളരെ ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. സാധാരണ മനസ്സിലാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോപ്പുലർ ആവുക, അതിനുവേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബാനർ ഇറക്കുക, അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ചെയ്യുക, അതില്ലെങ്കിൽ ഒരു ലോഗോ ഉണ്ടാക്കിയെടുക്കുക, ഇത് വെച്ചിട്ട് പല രീതിയിലുള്ള പബ്ലിസിറ്റി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ആള് കുറച്ച് പോപ്പുലർ ആവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇതിനെയാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡ് എന്നാണ് പല ആൾക്കാരും ധരിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും അതല്ല പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കുള്ള നിർവചനം വെച്ചാൽ ഓരോ വ്യക്തിയും വ്യാപരിക്കുന്ന മേഖലയിൽ അവരുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തി വിശ്വാസ്യത ആർജിച്ചെടുത്തിട്ട് അവർ നിലവിലുള്ള സ്ഥാനം നിലനിർത്തി പോരുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി ഉയരത്തിലേക്ക് എത്തുകയോ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയ്ക്കാണ് ഏറ്റവും പ്രധാനം, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നീട് മാത്രമേ ഉള്ളൂ പ്രാധാന്യം. പ്രധാനമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോപ്പുലർ ആയിട്ടുള്ള വ്യക്തികളെല്ലാം ഒരു പേഴ്സണൽ ബ്രാൻഡ് അല്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ബ്രാൻഡാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളതും പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളതും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും പല ആൾക്കാരും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിച്ചാണ് പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പേഴ്സണൽ ബ്രാൻഡ് അല്ല. എന്നാൽ എല്ലാ പേഴ്സണൽ ബ്രാൻഡിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ പേഴ്സണൽ ബ്രാൻഡുള്ള ആൾക്കാരും ഒരു മൈക്രോ ഇൻഫ്ലുവൻസർ എങ്കിലും ആയിരിക്കും. അതുപോലെ വളരെ വേഗത്തിൽ പേഴ്സണൽ ബ്രാൻഡ് നിർമ്മിച്ചെടുക്കാമെന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ അത് തെറ്റായ ഒരു കാര്യമാണ്. അത്ര പെട്ടെന്നൊന്നും നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ചിലരെങ്കിലും തിരിച്ചേക്കാം, അതിനുവേണ്ടി ഒരു ലോഗോ മതി, അതല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് മതി, വെബ്സൈറ്റിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അക്കൗണ്ട് തുടങ്ങി കൃത്യമായ രീതിയിൽ പബ്ലിസിറ്റി കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം എന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമല്ല, അത് ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. എന്നും പറഞ്ഞ് ഒന്നും ചെയ്യാതിരുന്നാൽ പേഴ്സണൽ ബ്രാൻഡ് ഒന്നും നമുക്ക് ഉണ്ടായി വരത്തില്ല. നമ്മൾ കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് അതിന് മുന്നൊരുക്കങ്ങൾ നടത്തി ഓരോ ചിട്ടയായിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് വളർന്നു വരുമ്പോൾ വേണ്ടി വന്നേക്കാവുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മുൻകൂട്ടി ചെയ്യുക. അതിനുപരിയായിട്ട് തുടക്കത്തിൽ നമ്മൾ ധൃതി കൂട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതല്ല ഇന്നൊരു ബ്രാൻഡ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലോഗോയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു വെബ്സൈറ്റും ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ച് കണ്ടന്റും ഒക്കെ പോസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് പണമൊക്കെ മുടക്കി ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്തു കഴിഞ്ഞാലൊന്നും പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ആവത്തില്ല. പബ്ലിസിറ്റി അതുപോലെ ബ്രാൻഡ് അവയർനെസ് ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഇത് ബ്രാൻഡിങ് ആണ് എന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രാൻഡിങ് അല്ല. പബ്ലിസിറ്റി എന്നുള്ളതെന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ ചെയ്ത് ഒന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റി. അത് പലതരത്തിൽ വേണമെങ്കിൽ നമുക്ക് പബ്ലിസിറ്റി കൊണ്ടുവരാം. അത് ഏത് മാർഗം വേണമെന്നുള്ളത് ആരാണ് ചെയ്യുന്നത് എന്ന അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ അതല്ല. ബ്രാൻഡ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ക്രിയേറ്റ് ആയതിനു ശേഷം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡ് അവയർനെസ്. അതൊന്നും ബ്രാൻഡിങ് ആയിട്ട് നമുക്ക് കരുതാനായിട്ട് പറ്റത്തില്ല, പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡ് വരുന്ന സമയത്ത്. അങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നേക്കാം. ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡുകൾ പുതിയതായിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് വലിയ പരസ്യങ്ങളിലൂടെയല്ലേ നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെയല്ലേ പല കാര്യങ്ങളും വളർന്നു വരുന്നതെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. അവിടെ പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ പ്രോഡക്റ്റുകൾ ബ്രാൻഡ് ചെയ്യുന്നത് പോലെ അല്ല പേഴ്സണൽ ബ്രാൻഡ് വളർത്തിക്കൊണ്ട് വരേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ചെയ്യുന്നു തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പബ്ലിസിറ്റി കിട്ടിയേക്കാം, അതല്ലെങ്കിൽ പെട്ടെന്നുള്ള ശ്രദ്ധ ആദ്യം ആൾക്കാരെ അതിലേക്കൊന്ന് ആകർഷിച്ചേക്കാം. പക്ഷെ എന്നുള്ളത് കൊണ്ട് അവിടെ അവർ നിലനിൽക്കത്തില്ല. അതുപോലെ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ എന്താണ് വേണ്ടുന്നത്? വിശ്വാസ്യത വേണം. വിശ്വാസ്യതയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡ് അല്ല. ഈ പറഞ്ഞ സത്യം മനസ്സിലാക്കാതെ പേഴ്സണൽ ബ്രാൻഡിങ്ങുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാർ ആണ് പലപ്പോഴും തുടക്കത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നിരാശരായിട്ട് മടങ്ങുന്നത്. ഓരോ വ്യക്തിയുടെ പ്രവർത്തന മേഖലയും അവരുടെ ലക്ഷ്യവും അതുപോലെ ബ്രാൻഡിങ്ങിന് സ്വീകരിക്കേണ്ടി വരുന്ന മാർഗങ്ങളും അനുസരിച്ചിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് തുടക്കം മുതൽ അവസാനം വരെ വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തിയെ എടുക്കുമ്പോഴും. അതല്ലാതെ എല്ലാവരിലും ഒരേ രീതിയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് പേഴ്സണൽ ബ്രാൻഡ് വളർത്താമെന്ന് നിങ്ങൾ
കരുതണ്ട. ഓരോ വ്യക്തിയിലും അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഫലം കാണുന്നത്. ഒരു വ്യക്തിയിൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് അതേ സംഭവങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് കാരണം അദ്ദേഹത്തിന്റെ കഴിവുകൾ വ്യത്യാസമായിരിക്കും, അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാൻ തന്നെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചില കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിൽ പറഞ്ഞു തരാനായിട്ട് പറ്റും. പക്ഷെ അത് അറിയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടതും അതിന്റെ റിസൾട്ട് കിട്ടുന്നതും വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കരിയർ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലല്ല ശരിക്കും പറഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കരിയറും പേഴ്സണൽ ബ്രാൻഡിങ്ങും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. എന്നാൽ പിന്നീട് നമ്മൾ ബ്രാൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ചില പ്ലാനിങ്ങുകൾ നമുക്ക് ചെയ്തു വെക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അദ്ദേഹം ഒരു കരിയറൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ആ കരിയറിൽ അങ്ങ് വ്യാപൃതനാകുക എന്നുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതായത് നേരായ മാർഗത്തിലൂടെ, സത്യസന്ധമായ മാർഗത്തിലൂടെ വിശ്വാസ്യതയും അല്ലെങ്കിൽ സ്വീകാര്യതയും ഈ പറയുന്ന സ്വാധീനവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അടുത്ത സ്റ്റേജ്. അപ്പൊ അത് ചെയ്യുമ്പോൾ പോലും നമുക്ക് പിന്നീട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ളത് കൊണ്ട് തന്നെ അത് ചില എലമെന്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക. കൃത്യമായിട്ട് അതിലൊരു പ്ലാനിങ്ങും അതിലൊരു മുന്നൊരുക്കവും നടത്തുക. പ്രവർത്തന മേഖലയിലെ അറിവും കഠിനാധ്വാനവും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന റിസൾട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലൂടെയാണ് നമുക്ക് വിശ്വാസം ആർജിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. ആ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്കോ അതല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന്റെ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു ശ്രദ്ധയും കൊടുക്കരുത്. സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തള്ളിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റിയൽ റിസൾട്ട് ആണ്. അത് ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളല്ല വേണ്ടുന്നത്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രൊമോഷനിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പല ആൾക്കാരും വിചാരിച്ചേക്കുന്നത്. അവിടെ തുടങ്ങുകയാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ഈ ഡിജിറ്റൽ ലോകം ഇത്രയും വളരുന്നതിന് മുന്നേ ഒരുപാട് പേഴ്സണൽ ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എഴുത്തുകാരും ആർട്ടിസ്റ്റുകളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഡോക്ടേഴ്സും മറ്റ് ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാർ, ഈവൻ മേസ്തിരി പണി ചെയ്യുന്ന ആൾക്കാർ പോലും, ഇവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മേഖലയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ഒന്നും അല്ല വളർന്നു വന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് കയറിയത്. അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖല വളർന്നതിന് ശേഷവും നമുക്ക് അറിയാത്ത ഒരുപാട് പേര് ഈ ഓഫ്ലൈനിൽ ബ്രാൻഡുകൾ വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല ബ്രാൻഡിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഞാനിവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡീറ്റെയിലി വളർന്നു വരുന്ന അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ചാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് വളർത്താനായിട്ട് പറ്റുകയുള്ളൂ. ആ വ്യക്തിയുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ കൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത വിശ്വാസ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ആ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം. എത്ര പേരെ സ്വാധീനിക്കാൻ കഴിയുന്നു, അതല്ലെങ്കിൽ എത്ര പേർക്ക് സ്വീകാര്യനാകുന്നു എന്നൊക്കെ ഉള്ളതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി മേഖല അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡ് നിർമ്മിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സെലിബ്രിറ്റികളും ഒരു ബ്രാൻഡായിട്ട് മാറുന്നുമില്ല. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ പറയുന്നത് പോലെ ഓരോ കാലങ്ങളും മാറുന്നതിനനുസരിച്ച് ഈ പറഞ്ഞ പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളതിന്റെ നിർവചനം മാറുന്നുണ്ട്. പഴയ കാലത്തെന്ന് പറയുന്നത് നമ്മളുടെ സ്വാധീനിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അവരെല്ലാം ഒട്ടുമിക്ക ആൾക്കാരെ നമുക്കൊരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. അവിടെ പോപ്പുലാരിറ്റി എന്ന ഘടകത്തിന് പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ളതിനകത്ത് വളരെ പ്രാധാന്യം കൂടുതലായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അങ്ങനെ പോപ്പുലർ ആകണമെങ്കിൽ അവരവരുടെ മേഖലയിൽ അത്രയേറെ കഠിനാധ്വാനം നടത്തി വളരെ നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വിശ്വാസ്യത നേടിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്തരം ആൾക്കാർക്ക് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് പോപ്പുലാരിറ്റി കിട്ടിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതെല്ലാം മാറി. ഓരോ വീട്ടിലും ഓരോ സെലിബ്രിറ്റി ഉണ്ടായി വന്നേക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഷോർട്സ് വീഡിയോസ് ഒക്കെ പ്രചാരമായതിനു ശേഷം പല ആൾക്കാരും പെട്ടെന്ന് വൈറലാകുന്നു, പോപ്പുലർ വ്യക്തിത്വങ്ങളാകുന്നു, വലിയ രീതിയിലുള്ള സെലിബ്രിറ്റികളാകുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ നമ്മളുടെ ജീവിതത്തെ അത്രയേറെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതും നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ബ്രാൻഡിങ്ങിന്റെ നിർവചനവും മാറി. അതിന് കാരണം പോപ്പുലാരിറ്റി എന്നുള്ള ഒരു ഫാക്ടറിന്റെ ഒരു പ്രാധാന്യം അവിടെ കുറഞ്ഞു. വിശ്വാസ്യത എന്നുള്ളതിന്റെ പ്രാധാന്യം കുറച്ചും കൂടി. അതിന് കാരണം ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുള്ള, അപ്പൊ അതിലേറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളവരാണ് ശരിക്കും ബ്രാൻഡായി മാറുന്നത്. ഈ എന്റർടൈൻമെന്റ് മേഖലയെ മാറ്റി നിർത്തി വേണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡിന്റെ മറ്റ് ഘടകങ്ങളെ പരിശോധിക്കാനായിട്ട്. അതിന് കാരണം പേഴ്സണൽ ബ്രാൻഡിന്റെ പല മാനദണ്ഡങ്ങളും എടുക്കുന്ന സമയത്ത് അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വരുന്ന സമയത്ത് അത് എക്സെപ്ഷൻസ് ആയിട്ടാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. ഈ ഡിജിറ്റൽ മേഖലയിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാർ പലപ്പോഴും നമ്മളെ ഒരുപാട് സ്വാധീനിക്കണമെന്നൊന്നുമില്ല. അവരെ നമുക്ക് പിന്നീട് ബന്ധപ്പെടേണ്ട ആവശ്യങ്ങൾ പോലും
പലപ്പോഴും വരാറില്ല. ഏതെങ്കിലും തരത്തിൽ അവരുടെ പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ആയിരിക്കും പലപ്പോഴും നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നതിനുപരിയായിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമൊന്നും ഈ വ്യക്തികൾ ഉണ്ടാക്കുന്നില്ലാത്തത്. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമുക്കറിയാം മില്യൺ വ്യൂസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ 20 ലക്ഷം 30 ലക്ഷം വ്യൂസ് വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, നമ്മളത് കണ്ട് ആസ്വദിക്കാറുമുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പലപ്പോഴും നമുക്ക് അറിയത്തില്ല. അവരുടെ പേരോ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈവൻ നമ്മൾ അവരുടെ ചാനലുകൾ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, ഏത് ചാനലാണ് ആ പേരെന്ന് പോലും. പക്ഷെ നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടന്റുകളല്ല ഇത് എന്നുള്ളതുകൊണ്ടാണ് ഒരു ആസ്വാദകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ചില ചെറിയ രീതിയിലുള്ള ചില ചാനലുകൾ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതാരാണ് പറയുന്നത്, ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ മാർഗമുണ്ടോ, ഇദ്ദേഹം ഏതെങ്കിലും ഒരു സർവീസ് കൊടുക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ്. അതൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കുന്നവരോ അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഏതെങ്കിലും അധികമായിട്ട് അറിവുള്ളവരോ ഒക്കെ ആകാം. അത്തരം ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കും. അവര് ഒരുപക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് 1000 1200 വ്യൂസ് ഒക്കെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ 2000 ആയിരിക്കും, ചിലപ്പോൾ 5000 ആയിരിക്കും. പക്ഷെ വളരെ ചെറിയ ഫോളോവേഴ്സ് ആയിരിക്കും. ശരിക്കും ഇത്തരം വ്യക്തികളെയാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞേക്കാം. ഒരു ചെറിയ സമൂഹത്തെ ആയിരിക്കും ഒരുപക്ഷെ അവർ സ്വാധീനിക്കുന്നത്. പക്ഷെ നമ്മളത് കണ്ടു കഴിയുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ബന്ധപ്പെടണമെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചില കാര്യങ്ങൾ സംശയം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ബ്രാൻഡാണ്. ഈ പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്നും പറ്റത്തില്ല. പ്രത്യേകിച്ച് വെറുതെ ഉണ്ടായി വരുത്തതുമില്ല. അത് ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങളാണ് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തുകയും അതൊരു വിശ്വാസ്യതയായി മാറുകയും ചെയ്യത്തുള്ളൂ. അത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോകളായിട്ട് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരേക്കും ബൈ.